CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് വിമർശിച്ചവരാണ് ഇടതുമുന്നണി. എന്നാൽ ഇന്ന് ആ നിലപാടിന് മാറ്റം വരുന്നു എന്ന് വേണം കരുതാൻ. പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ CBI അന്വേഷണം ശുപാർശ ചെയ്യാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ. 2018 പ്രളയത്തിന് ശേഷം നടപ്പാക്കിയ പുനർജനി പുനരധിവാസ പദ്ധതിക്കായി വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ ക്രമക്കേട് ഉണ്ട് എന്നാണ് പരാതി. അത് CBIക്ക് പരിശോധിക്കാം എന്നാണ് വിജിലൻസിൻ്റെ ശുപാർശ. ആ ശുപാർശ സർക്കാർ ഏറ്റെടുക്കുന്നു എന്നാണ് വിവരം. ഒരു അന്വേഷണ ഏജൻസിയെയും പൂർണ്ണമായി തള്ളിക്കളയേണ്ട എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വരുന്ന ഇത്തരം നടപടികൾ കാണുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. ഏതായാലും വാസ്തവം എന്ത് എന്ന് എല്ലാവർക്കും അറിയണം. പ്രതിപക്ഷ നേതാവ് നിയമം ലംഘിച്ചിട്ടുണ്ടോ? പിരിച്ച പണത്തിൻ്റെയും നിർമ്മിച്ച വീടുകളുടെയും പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടുമോ പ്രതിപക്ഷ നേതാവ്? 11 മാസം കാത്തിരുന്ന ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അന്വേഷണവുമായി വരികയാണോ ഇടത് സർക്കാർ? ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു ഓലപ്പാമ്പോ പുനർജനി കേസ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ശിവദാസൻ ബാലരാമപുരത്തു നിന്നാണ്. ശ്രീ ശിവദാസൻ, ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള കേസാണ് എന്ന് വേണമോ കരുതാൻ? എന്താണ് ശിവദാസന്റെ പ്രതികരണം? നമസ്കാരം സാർ. നമസ്കാരം. രാഷ്ട്രീയമായി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഏത് അന്വേഷണവും നേടാൻ തയ്യാറാണെന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുനർജനിയിൽ വിജിലൻസ് അന്വേഷണം വെച്ചപ്പോൾ വിജിലൻസിന് അറിയാം ഇപ്പൊ തെറ്റായ രീതിയിൽ റിപ്പോർട്ട് കൊടുത്ത് VD സതീശൻ എന്ന വ്യക്തിയെ പ്രതിപക്ഷ നേതാവിനെ കുറ്റക്കാരനാക്കുകയാണെങ്കിൽ അവർക്ക് അധികാരം വരുമ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് പേടിയുണ്ട്. കാരണം രാഷ്ട്രീയമാണെന്ന് അവർ എന്നെ തെളിയിച്ചു കഴിഞ്ഞു. CBI വരട്ടെ, എനിക്കൊരു കോൺഗ്രസ് എന്ന എനിക്കും പറയാം, CBI വരട്ടെ, അന്വേഷിക്കട്ടെ. കാരണം ഞാൻ പറയുന്നു, ഈ രാഷ്ട്രീയ സമയത്ത് ഈ നമ്മളെ കോൺഗ്രസ് ആയാലും പ്രതിപക്ഷ ഏത് പാർട്ടിക്കാരായാലും ഈ ഇങ്ങനെയുള്ള കളിയെടുത്തിടുന്നത് ജനാധിപത്യ രീതിയിൽ ശരിയല്ല. അത് രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി സാറിന് എന്തെല്ലാം കേട്ടു. എല്ലാ രാഷ്ട്രീയ കക്ഷി ഇനിയെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് സദൃഢമായി പ്രവർത്തിക്കുക. പക്ഷെ ഇതെല്ലാം തിരിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കൊടുക്കും. കാരണം ഇരട്ടി ശക്തിയോടുകൂടി VD സതീശൻ സാർ തിരിച്ചു വരും. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവും. അദ്ദേഹം കൂടെ ഭരിക്കും. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം കാണുന്ന അദ്ദേഹത്തിനെ ഓലപ്പമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ നോക്കേണ്ട സാറേ. കുഞ്ഞുമുഹമ്മദ് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ കുഞ്ഞുമുഹമ്മദ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞുമുഹമ്മദ്, നിങ്ങളുടെ പാർട്ടി ഒരു 11 മാസം കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു അന്വേഷണം ശുപാർശ ഇപ്പോൾ പൊടി തട്ടി എടുക്കുന്നത് എന്നാണ് ആദ്യത്തെ ആക്ഷേപം. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തിന് മുന്നുള്ള ഒരു സ്റ്റണ്ടാണെന്നാണ് മറ്റൊരു ആക്ഷേപം. ഇതൊരു ഓലപ്പാമ്പാണ്, ഇത് കണ്ട് പേടിക്കില്ല എന്ന് കോൺഗ്രസ് കൂട്ടായി പറയുന്നു. രാഷ്ട്രീയമായും അതുപോലെ നിയമപരമായും നേരിടും എന്നവർ പറയുന്നു. ഇതിൽ കോൺഗ്രസിന് ജനങ്ങളെ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുമോ, അതോ സർക്കാർ ഈ വിഷയം ഗൗരവത്തിൽ ഏറ്റെടുക്കുമോ? നമസ്കാരം സാറേ. നമസ്കാരം. ഇന്ന് മറ്റൊരു ചാനലിലെ റിപ്പോർട്ടർ ഇന്ന് പറവൂർ നിയോജക മണ്ഡലത്തിലെ ഒരു വാർഡിൽ പോയിട്ട് 6 കൊല്ലം മുമ്പ് തറക്കല്ലിട്ട കല്ല് ഇന്ന് കേരളം മുഴുവനും കണ്ടതാ. ആടുത്തെ പരിസരവാസികളും ആടുത്തെ ആൾക്കാരും ഇന്ന് റിപ്പോർട്ടറോട് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കാരണം നോക്കൂ, നിങ്ങൾ സർക്കാർ ഒന്നിക്കിട്ട് CBI കൊടുക്കും അല്ലെ കൊടുക്കാതെ വേറെ വിഷയം. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുണ്ടക്കൈ ചൂരൽ മഴയിൽ 100 വീടുണ്ടായി കൊടുക്കുന്നു പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ഒരു കല്ലിത് വരെ ഇട്ടിക്കും. ജനങ്ങളെ ചോര കുടിച്ച് ജീവിക്കാവല്ലേ? ഇതൊക്കെ എണ്ണി തെരഞ്ഞെടുപ്പിൽ ആള് മറുപടി പറയും ഉറപ്പാ. എന്നാ എവിടേക്ക് പൊള്ളുന്നത് അച്ഛാ? എവിടേക്കെന്തിനാ പൊള്ളുന്നത്? അല്ല, പക്ഷേ ഈ 11 മാസം ഇത് കണ്ടില്ല എന്നതിന് എന്തെങ്കിലും ഒരു ന്യായീകരണം പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല? അത് എന്തുകൊണ്ട് പിന്നെ 11 മാസത്തേക്ക് കാത്തിരുന്നു എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി? അത് സർക്കാരിന്റെ മുന്നിൽ ഇപ്പൊ റിപ്പോർട്ട് 6 മാസം മുമ്പ് റിപ്പോർട്ട് കിട്ടിയ സർക്കാരിന് ഇഷ്ടമല്ലേ? ഒപ്പം പുറത്തു കൊണ്ടുവന്ന സർക്കാരിന് ഇഷ്ടമല്ലേ? നിങ്ങൾ നിഷ്പക്ഷമായിട്ട് നോക്ക്. 6 കൊല്ലം മുമ്പ് തറക്കല്ലിട്ട കല്ലിപ്പൊ ഞാൻ കാണിച്ചു തരാലോ. മറ്റൊരു ചാനലിന്റെ റിപ്പോർട്ടർ ഇപ്പൊ എടുത്ത് കാണിച്ചില്ലല്ലോ. എന്താ പറയാത്ത കോൺഗ്രസ് ഉണ്ടാകുന്ന? അപ്പൊ ഈ കേസ് CBI അന്വേഷിച്ചാൽ സത്യം പുറത്തു വരും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? CBI ED ആരോ അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ. എത്ര പൈസ വിരിച്ചേക്ക്, എത്ര വീടുണ്ടായി കൊടുത്തേക്ക്, ആർക്കെല്ലാം വീട് കിട്ടിക്കുന്നില്ല. ഈ VD സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് DYFI വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ കോൺഗ്രസ് തയ്യാറാവുന്ന എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ,
യെസ്, എന്നോടൊപ്പം സന്തോഷ് ചേരുന്നുണ്ട് കാസർഗോഡ്. സന്തോഷേ, ഇതിൻ്റെ കണക്കുകൾ പുറത്തുവിടണം എന്നാണ് വെല്ലുവിളി. 280ഓളം വീട് നിർമ്മിച്ചു എന്നാണ് വി.ഡി. സതീശൻ്റെ അവകാശവാദം. അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ പുറത്തുവിടണമെന്ന വെല്ലുവിളി കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതല്ലേ? വി.ഡി. സതീശൻ അതിന്റെ കേസ് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ നിയമസഭയിൽ ഇതിന് ചോദ്യം വന്നപ്പോൾ വി.ഡി. സതീശൻ അതിന്റെ തെളിവടക്കം പറഞ്ഞതാണ്. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏകദേശം ഉമ്മൻചാണ്ടി സോളാർ കേസിൽ CBIക്ക് വിട്ടത് അവസാന നിമിഷമാണ്. ഇതിന് എഴുതി മേടിച്ച് വിടുകയായിരുന്നു. ഇത് അതേപോലെ തന്നെ ആദ്യം വിജിലൻസ് അന്വേഷിക്കുകയും ഇതിൽ ഒരു കഴമ്പില്ല എന്നുള്ള ഇതിലും വന്നു. രണ്ടാമതാണ് വിജിലൻസ് വീണ്ടും ഇത് വന്ന് ഇപ്പൊ ഒരു 11 മാസം മുമ്പ് കൊടുത്ത റിപ്പോർട്ട് ഇപ്പൊ ഈ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ ഇത് കൊടുക്കുന്ന പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മളെ ശബരിമല കേസൊക്കെ ഇപ്പൊ ചർച്ചയിൽ നടക്കുന്നതുകൊണ്ട് ഈ മാധ്യമങ്ങളിലൂടെ ആ ചർച്ച ഒന്ന് കവർ ചെയ്ത് നിൽക്കുക, ഈ ചർച്ചയിലേക്ക് പോകുക എന്ന്. ഇപ്പൊ നമുക്കറിയാം, CBI അന്വേഷണം വരുന്നു, ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ ചർച്ച ഇത് തന്നെയായിരിക്കും, ഡിബേറ്റ് ഒക്കെ ഇത് തന്നെയായിരിക്കും. അപ്പൊ ആ ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണി കണക്ക് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എണ്ണി കണക്ക് ചോദിച്ചില്ലേ? അത് എന്നിട്ടും പഠിക്കുന്നില്ലേ? അതാണ് എന്നെ ചോദ്യം. പിന്നെ ഒരു ചാനൽ കാണിച്ചു തരുന്നു, കൈരളി ചാനലിൽ കാണിച്ചത്. കൈരളി ചാനൽ രാവിലെ മുതൽ ഇത് കാണിക്കാൻ തുടങ്ങി. ഓരോ എടുത്ത് പറവൂര് നിയോജകം അവിടെ ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ചൂരൽമലയുടെ കാര്യം പറഞ്ഞു. ചൂരൽമലയുടെ കാര്യത്തിലേക്ക് എന്ന് വെച്ചാല് അവിടെ ഇപ്പം എന്താ ഗവൺമെന്റ് കൊടുത്തത് ഇപ്പൊ ആയി വരുന്നില്ലേ? ഗവൺമെന്റ് കൊടുത്തത് ആയി വരുന്നത് UDF ആയി കൊടുക്കാതിരിക്കൊന്നുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ കഴിയും. നമുക്ക് കാണാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കാണാം. ഇത് പിന്നെ BJPയെ സഹായിക്കാനും കൂടെ ഉള്ളൊരു, ഇപ്പം കോൺഗ്രസിനും മാർക്സിസ്റ്റിനും ഇത് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യും? BJPക്ക് വോട്ട് ചെയ്യുള്ളൂ. കാരണം പിണറായി വിജയൻ ഇതിൽ കുറെ മറച്ചു വെക്കാനുണ്ട് എല്ലാം. പിന്നെ CPI വരെ പറയുന്നില്ലേ? എന്താണ് പറയുന്നത്? CPI വരെ ഇപ്പൊ വെള്ളാപ്പള്ളി നടക്കുന്ന കേസിലൊക്കെ വന്നപ്പോ CPI വരെ പറഞ്ഞില്ലേ പിണറായി വിജയന് എന്താണ് പറഞ്ഞത്? പിണറായി വിജയൻ എന്തെങ്കിലും വ്യക്തമാണ്. അപ്പൊ ഞാൻ എൻ്റെ കൂടെ നമ്മുടെ ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. ശ്രീ ബിനോയ്, 2018 പ്രളയ ദുരന്തം മുൻനിർത്തിയാണ് ദുരിതബാധിതരെ സഹായിക്കാൻ ഇത്തരം ഒരു പദ്ധതിയുമായി വരുന്നത്. അപ്പോൾ ദുരിതാശ്വാസം എന്നതിലുപരി അവിടെ ഒരു പുനരധിവാസം എന്നതായിരുന്നു ലക്ഷ്യം. നോർത്ത് പറവൂർ MLA കൂടിയായ വി.ഡി. സതീശൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന രീതിയിൽ എടുത്തു കാട്ടപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിൻ്റെ പ്രളയബാധിതരെ 1ാം ഘട്ടം പുനരധിവസിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ പദ്ധതി. എന്നാൽ അത് അവരിൽ മാത്രമായി ഒതുങ്ങി എന്ന ഒരു വശത്ത് ആരോപണം. തുടർ പദ്ധതികളൊന്നും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും കണ്ടില്ല. ഏതായാലും അന്ന് വി.ഡി. സതീശൻ പറഞ്ഞു ഇതൊരു സോഷ്യൽ ആക്ഷൻ പ്രോജക്റ്റാണ്, കമ്മ്യൂണിറ്റി ബോണ്ട് റിസ്ക് ഡിസാസ്റ്റർ സ്ട്രാറ്റജി പ്ലാൻ ആണ് എന്നൊക്കെ പറഞ്ഞ് വി.ഡി. സതീശൻ കൊണ്ടുവന്നതാണ്. അതിൻ്റെ കുറേ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നമുക്കത് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിടുകയും ചെയ്യാം. അപ്പോൾ ബിനോയ് എന്നോടൊപ്പം ചേരുന്നു. ബിനോയ്, ഇത് റിവർ മാനേജ്മെൻറ്റിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ റിസ്ക് ലഘൂകരണ പഠനം നടന്നത് എന്നൊക്കെയാണ് പുറത്തു വന്നത്. പദ്ധതി പ്രകാരം 441 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് നിർമ്മിക്കുക. ഇതൊക്കെ ഡിസാസ്റ്റർ പ്രൂഫുകളാണ് എന്നൊക്കെ പറഞ്ഞാണ്. ഏതായാലും 280ഓളം വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. ഇതിന്റെ മുഴുവൻ കണക്ക് പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറാകുമോ? ബഹുമാന്യനായ നമസ്കാരം. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് തന്നെ പറയുന്നുണ്ട് അതിന്റെ കണക്കെല്ലാം പുറത്തുവിടാൻ തയ്യാറാണെന്ന്. പക്ഷെ എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ CPM-ഉം പിണറായി വിജയനും എന്തുവാണ് രാഷ്ട്രീയം കുതിരക്കച്ചവടം നടത്തുകയാണ്. അതായത് ഓരോ ഇലക്ഷനുകൾ വരുമ്പം ആ ഇലക്ഷൻ സമയത്ത് ഓരോ കേസുകൾ പ്രതിപക്ഷ നേതാക്കളുടെ പേരിൽ ഓരോ അനാവശ്യ കേസുകൾ കൊണ്ടുവരിക. കഴിഞ്ഞ 6 വർഷമായി പിണറായി വിജയനായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും. അല്ല, പക്ഷെ അങ്ങനെ ഒരു ആരോപണം എന്ന രീതിയിൽ അത് പറഞ്ഞു പോകാൻ കഴിയുമോ? കേന്ദ്ര അനുമതി ഇല്ലാതെയാണ് ഈ പദ്ധതി നടപ്പിലായത് എന്നതാണ് ആദ്യത്തെ ഒരു പ്രധാന പ്രശ്നം. കേന്ദ്ര അനുമതിയില്ലാതെ നടപ്പിലാക്കി എന്ന് പറയുന്നു. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം അത് CBI അന്വേഷണം നടത്തണമെന്നാണ് ശുപാർശ. ഇപ്പോൾ ഈ വിദേശ ധനവിനിമയ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കുറ്റകൃത്യമാണോ? അത് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ, കണ്ടെത്തപ്പെടേണ്ടതല്ലേ? അതെ, ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. വിദേശ നിയമപ്രകാരം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾ പറയും ഇതൊരു ഇലക്ഷൻ ഗമിക്കായിട്ടാണ്
ഞങ്ങൾ കണക്ക് അല്ല, കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഒരു വിശദ വിവരങ്ങൾ പുറത്തുവിടാൻ കോൺഗ്രസ് അങ്ങനെ അതിനൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഒരു പരസ്യ സംവാദത്തിന് വന്ന് ഇതാണ് ഇത്ര പണം ശേഖരിച്ചിരിക്കുന്നു, ഇത്ര പണം കിട്ടി, ഇത്ര വീടുകൾ ചെയ്തു, തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഇങ്ങനെ ഞങ്ങൾ ഇത് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞു വരുമോ, അതോ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന് പറഞ്ഞ് സ്വാഭാവികമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് അങ്ങനെ ഉറപ്പായിട്ടും പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് നിരത്തും. രണ്ടാമത് ഞങ്ങളിപ്പോഴും പറയുന്നത് ഇലക്ഷൻ ഒരു ഇലക്ഷൻ ഗമിക്കായിട്ടാണ് CPM കാണുന്നത്. എനിക്ക് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു അവസാനം. അതായത് CPM നാളിതുവരെ CBIയെ കൂട്ടിലിട്ട തട്ട് എന്ന് പറഞ്ഞ ആ CPM-നോടും പിണറായി വിജയനോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് ഓലപ്പാമ്പ് കാട്ടി. ഞങ്ങൾ നേതാക്കന്മാര് പറഞ്ഞ കൃത്യ മറുപടിയാണ്. ഓലപ്പാമ്പ് കാട്ടിക്കൊണ്ട് പിണറായി വിജയനും റിയാസും ഗോവിന്ദൻ മാസ്റ്ററും ഒന്നും ഞങ്ങളുടെ നേർക്ക് വരണ്ട. ഞങ്ങൾ കൃത്യമായി അല്ല, അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ആരോപണം വന്നാൽ അത് വിജിലൻസ് അന്വേഷിച്ചോ CBIക്ക് വിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടുന്നതിൽ എന്താണ് തെറ്റെന്താണ്? അത് അങ്ങനെ വിടുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ 6 വർഷവും ചെയ്യാതെ ഇലക്ഷൻ താണ്ട പരിവാദക്കൾ വന്ന് നിൽക്കുമ്പോൾ ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു, ഇന്ന് പിണറായി വിജയൻ പറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ക് കൂട്ടുമ്പോൾ കേരള ജനതയ്ക്ക് എന്താണ് CPM എന്നും എന്താണ് പിണറായി വിജയൻ എന്നും കേരള ജനതയ്ക്ക് അറിയാം. അതുകൊണ്ട് വീണ്ടും തുടങ്ങിയെടുത്ത് പറയും ഇത് ഓലപ്പാമ്പ് കാട്ടി ഭീഷണിപ്പെടുത്തേണ്ട. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവർ ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് ഉറപ്പായും UDF-ന് 115 സീറ്റ് വാങ്ങി അധികാരത്തിലിരിക്കുമ്പോൾ എന്നോടൊപ്പം ജയരാജൻ കൂടി ചേരുന്നുണ്ട് കാടാമ്പുഴയിൽ നിന്ന്. ശ്രീ ജയരാജൻ, ഇതൊരു ഓലപ്പാമ്പാണോ? ഇത് കണ്ട് പ്രതിപക്ഷ നേതാവ് ഭയക്കും എന്ന് ഞാനും വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു സുതാര്യമായ ഒരു അന്വേഷണം, എല്ലാ വിഷയത്തിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നടക്കേണ്ടതല്ലേ? നമസ്കാരം സാറേ. തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മൂപ്പര് വെല്ലുവിളിച്ചതാണല്ലോ. ഇപ്പം വിജിലൻസ് അന്വേഷണം കണ്ടെത്തി അത് CBI അന്വേഷിക്കണം പറയുമ്പോൾ അദ്ദേഹത്തിന് എന്താ പേടിക്കുന്നതിനാ? അദ്ദേഹത്തിന്റെ അനുയായികൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ധൈര്യസമേതം ഒന്നും ഇല്ലെങ്കിൽ ഇത് ധൈര്യപൂർവ്വം അന്വേഷിക്കും. പക്ഷെ അവരുടെ ഒരു പ്രധാന ആരോപണം, നിങ്ങളിതൊരു ഇലക്ഷൻ മുറ്റത്ത് നിൽക്കുമ്പോഴാണ്, പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഒന്നും ഇതിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ള അത് ഒരു ആരോപണം ശരിയാണോ? ശരിയല്ല സാറേ. അതങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം പറയുന്നത് 2016 ഇലക്ഷന് മുമ്പ് ഉമ്മൻചാണ്ടി സാറിനെ പറ്റിയാണ് നമ്മൾ പറയേണ്ടത്. അന്ന് വിജിലൻസ് അന്വേഷണത്തിൽ പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നല്ലോ. അത് ലാവ്ലിൻ കേസിൽ ആ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന്റെ തലേദിവസം തോന്നുന്നു ഉമ്മൻചാണ്ടി സാർ അത് CBIക്ക് വിടുന്നത്. അപ്പൊ അതോ സാറേ, ഇപ്പൊ ഇലക്ഷനെ 4-5 മാസം കിടപ്പില്ല, ഇനി ഇഷ്ടം പോലെ ഒന്നും കണ്ടുകൂർന്ന് ഇദ്ദേഹത്തിന് ധൈര്യസമേതം പറഞ്ഞൂടെ? അതുപോലെ PV അൻവർ നിയമസഭയെ പറഞ്ഞല്ലേ, ധൈര്യമുണ്ടെങ്കിൽ VD സതീശൻ EDക്ക് അന്വേഷണം കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ, വെല്ലുവിളിച്ചല്ലേ. ഇപ്പം PV വല്ലതും പറയും? ഒന്നും പറയില്ലല്ലോ. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കട്ടെ. അതിനിപ്പം VD സതീശൻ പേടിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മടിയിൽ കനമുള്ളവനും പേടിച്ചാ പോരെ? യെസ്, വ്യക്തമാണ്. അപ്പൊ അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നു. അനിയൻകുട്ടൻ, മടിയിൽ കനമുള്ളവൻ പേടിച്ചാ പോരെ. അപ്പോൾ ഇത് വലിയ കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? CBI വരട്ടെ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി ഈ ജനങ്ങളോട് ഇത് മുഴുവൻ പറയാനുള്ളൊരു ബാധ്യത, ഇതാണ് അതിൻ്റെ കണക്ക് എന്ന് വെച്ചൊരു തുറന്ന സംവാദത്തിന് പ്രതിപക്ഷ നേതാവ് തയ്യാറാകും എന്ന് ശ്രീ അനിയൻകുട്ടൻ കരുതുന്നുണ്ടോ? സാറേ നമസ്കാരം. അതിനും ധൈര്യമുള്ളല്ലേ പ്രതിപക്ഷ നേതാവ്? പൊളിച്ചോടി പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ കാര്യം പറയുന്നത്. എന്ത് പറഞ്ഞാലും മിസ്റ്റർ ക്ലീൻ ആയിട്ടുള്ള കാര്യമല്ലേ പ്രതിപക്ഷ നേതാവ് പറയത്തുള്ളൂ. അതെന്ത് ഈ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കസേരയിരിക്കുന്ന അദ്ദേഹത്തിന് എന്താ അവിടെ ചാൻസ് ഉള്ളത്? P ശശിയും കമ്മ്യൂണിസ്റ്റുകാരല്ലേ അവിടെ കയറി ഭരിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്നോടൊപ്പം രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. അപ്പോൾ ഇതിൽ പറഞ്ഞിരുന്നത് ഈ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് സർവേ നടത്തി കണ്ടെത്തും, പറവൂരിലെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ സർവേയുടെ ഭാഗമാകുമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. വിദേശ സഹായം സ്വീകരിച്ചിട്ടില്ലെന്നൊരു തവണ ഉള്ള ഒരു തർക്കം വന്നു. ഏതായാലും 81 തവണ VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോയി എന്നൊരു ആരോപണമുണ്ടായിരുന്നു. അതിന് VD സതീശൻ പറഞ്ഞ മറുപടി പാസ്പോർട്ട് നൽകാം, അത് പരിശോധിക്കുക എന്നതാണ്. മാത്രമല്ല വിദേശത്ത് പോയത് കാലാവസ്ഥാ സെമിനാറിൽ പങ്കെടുക്കാനാണ് എന്നൊരു പ്രയോഗം അന്നുണ്ടായിരുന്നു. ഏതായാലും നവംബർ 2020 സതീശന് എതിരായ ഒരു വിജിലൻസ് ഇതുപോലെ ഒരു അന്വേഷണത്തിന് പരാതി വരുന്നത്. അന്വേഷണത്തിന് അങ്ങനെ ഒരു പരാതിക്ക് ആധാരമായ ഒരു അന്വേഷണം നടക്കുന്നത്. അതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്
സെപ്റ്റംബറിൽ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകുകയുണ്ടായി. കോടതി ആവശ്യം തള്ളി. പരാതിക്കാരൻ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടു. പക്ഷേ ആവശ്യമായ രേഖകളൊന്നും സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ അപേക്ഷ തള്ളുകയായിരുന്നു. ഇക്കഴിഞ്ഞ അപ്പോൾ ഇത് വീണ്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദമായി വരും എന്ന് കരുതാനാകുമോ? ശ്രീ രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി. മനു നമസ്കാരം. നമസ്കാരം. 2025 എന്റെ വായിന്നൊക്കെ അറിയാതെയൊക്കെ മനുവിനോടൊക്കെ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ഇനിയുള്ള വർഷം നമ്മളെ സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം. അത് ശ്രീ രവീന്ദ്രൻ, എനിക്ക് അങ്ങയോട് വ്യക്തിപരമായ ഒരു വിദ്വേഷവുമില്ല. പക്ഷേ നമ്മളൊരു പൊതുവേദി ഇന്ന് നമ്മൾ പലരും ഇത് ശ്രദ്ധിക്കുന്നു. ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പല ആളുകളും ഇത് ശ്രദ്ധിക്കുന്നു. കാരണം ഇത് പൊതുജനങ്ങളുടെ ഒരു പൊതു അഭിപ്രായമാണ്. നമ്മുടെ നാട് എങ്ങനെ മറ്റു കാര്യങ്ങളെ നോക്കിക്കാണുന്നു എന്ന് കൂടി മനസ്സിലാക്കാനുള്ളൊരു സംവിധാനമാണ്. ഇതൊരു ജാലകമാണ് നാടിലേക്ക് നോക്കാനുള്ള ജനങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു സംവാദം നടത്തുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ ഇതിൽ സംസ്കാരമുള്ളവരാരും നിൽക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ഏതായാലും 2026 അങ്ങയിൽ മാറ്റമുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഞാനത് അംഗീകരിക്കുക. അതെ മനു, അത് കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിപ്പോയി. അത് ക്ഷമ ചോദിക്കുവാണ്. സാഹചര്യത്തിലൊക്കെ ഉണ്ടായിപ്പോവാണ്. അപ്പോൾ നമ്മുടെ നേതാക്കന്മാരൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് നമ്മൾ മര്യാദയായിട്ടൊക്കെ സംസാരിക്കണം എന്നൊക്കെ ജില്ലയിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞ പിന്നെ നമ്മൾ അങ്ങനെ മനു കിരണിനോട് പല പ്രാവശ്യം പറഞ്ഞായിരുന്നു. മനുവിനോട് പറയണം, മനുവിനെ അന്വേഷിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ വിളിക്കാൻ ഒത്തില്ല. അതാണ്. ഏതായാലും എന്നെ അന്വേഷിച്ച ആ നേതാക്കളോട് എൻ്റെ അന്വേഷണങ്ങൾ തിരിച്ചറിയിക്കണം. ആളുകളെ ഇങ്ങനെ മാറ്റുന്നതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തതിൽ അങ്ങേയറ്റത്തെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കണം. കോട്ടയത്ത് കരിയൊക്കെ വിളിച്ചായിരുന്നു. ജില്ലയിൽ കരിയൊക്കെ വിളിച്ച് എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും സംസാരിക്കുന്നത് നമ്മൾ അങ്ങനെയൊന്നും അല്ല പറയാനുള്ള. നമ്മളെ കേന്ദ്രം ഇടപെടുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അണികളും ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇച്ചിരി ഗുണദോഷമൊക്കെ തന്നു. ഉള്ള കാര്യം പറയുന്നത് പാർട്ടി തെറ്റൊക്കെ ഉണ്ടായി, ശരിയാ. പിന്നെ ഇതിനെപ്പറ്റി പറയുന്ന മനു, അവര് കണക്ക് ബോധിപ്പിക്കട്ടെ. കണക്ക് ബോധിപ്പിക്കണം. നമുക്കെല്ലാം തെറ്റിദ്ധരുത്തി നമുക്ക് പോകാൻ എല്ലാ ജനങ്ങളും അറിയട്ടെ. ഇതിന്റെ സത്യസന്ധമായ രീതിയിലുള്ള കണക്ക് ബോധിപ്പിക്കാൻ ഇനി സമയമുണ്ട്. വരുന്ന ഇലക്ഷന് മുമ്പ് വി.ഡി. സതീശൻ കണക്കും എല്ലാം ബോധിപ്പിച്ച് ജനങ്ങളിലോട്ട് എത്തിക്കുക. ഇതിന്റെ സത്യാവസ്ഥ എത്തിക്കുക. അതല്ലെങ്കിൽ ഇതിനെ നിയമത്തിന് വഴങ്ങി കൊടുക്കണം. അതല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടണം. അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരാളും ഒരുപാട് പൈസ പിരിച്ചെടുത്തുകൊണ്ട് ചൂരന്മല വയനാട് ദുരന്തത്തിൽ ഒരുപാട് പൈസ പിരിച്ചിട്ടുണ്ട്. എന്തേ ആക്ഷേപം കേട്ടോണ്ടിരിക്കുക. അവരും ഇതുവരെ കണക്ക് വെളി വരുന്നില്ലല്ലോ. കണക്ക് പറയട്ടെ. സിദ്ദിഖൊക്കെ വന്ന് അത് ഇതും പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഈ കാശിന്റെ കണക്ക് നമുക്കറിയണ്ടേ. പാവങ്ങൾക്ക് വേണ്ടിയല്ല ഇത് മേടിച്ച, പാവങ്ങളോടൊക്കെ അല്ലേ മേടിച്ചിരിക്കുന്നത്. ഈ മുതലാളിമാരോടും മേടിച്ചിട്ടുണ്ട്. ആരോടും മേടിച്ചാലും ഈ കാശ് ജനങ്ങൾക്ക് എത്തേണ്ട പൈസയാണ്. അത് എത്താതെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും. സംശയങ്ങൾ മാറ്റി തരേണ്ടത് ഈ നേതാക്കന്മാരൊക്കെ തന്നെയാണ്. അടുത്ത ആൾക്ക് നമുക്ക് വഴി മാറാം മനു. വ്യക്തമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഏതായാലും അങ്ങയുടെ ആ ഒരു നിലപാട് മാറ്റം വളരെയധികം അംഗീകരിക്കപ്പെടുന്നു. ഞാൻ വിചാരിക്കുന്ന മറ്റാളുകളും ആ നിലപാടിലേക്ക് വരും എന്നതാണ്. അപ്പോൾ ഉമേഷ് എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്. ഹലോ. ശ്രീ ഉമേഷ്, ഈ വിദേശ ധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പുറത്തുവിടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകും എന്ന് ശ്രീ ഉമേഷ് കരുതുന്നുണ്ടോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ഒരു കാര്യത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. CBI അന്വേഷണവും ഏതന്വേഷണവും അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാതെ മറ്റേ ഗോവിന്ദ മാഷോ അല്ല CPM പറയുന്നത് പോലെ പാർട്ടി അന്വേഷിക്കും, പാർട്ടിക്ക് ഒരു പ്രത്യേക അല്ലെങ്കിൽ പാർട്ടി പോലീസ്, കോടതി ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു കോടതി എന്നുള്ള നിയമം പോലെയൊന്നല്ലല്ലോ V.D. സതീശൻ പറഞ്ഞിരിക്കുന്നത്. V.D. സതീശൻ പറഞ്ഞിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിങ്ങൾ CBI അന്വേഷിച്ചോളൂ. ഞാൻ എന്റെ ബഹുമാനപ്പെട്ട മനുവിനോട് ഒന്ന് ചോദിച്ചോട്ടെ. നമ്മൾ ഈ കേരളത്തിൽ CBI അന്വേഷിച്ചിട്ട് എത്ര കേസുകളിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. താങ്കൾ ഒരു ജേർണലിസ്റ്റ് അല്ലേ, ഒന്ന് പറഞ്ഞുതരാമോ? അഴിമതി ആരോപണങ്ങളിൽ ശിക്ഷ സാധാരണഗതിയിൽ കുറവാണ്. പലരും പക്ഷേ ആദ്യഘട്ടത്തിലൊന്ന് കുടുങ്ങും. പിന്നെ എന്നാലും പോയവരൊക്കെ രാജ്യത്തുണ്ട് കേട്ടോ. നമ്മുടെ ലാലുവും പാർട്ടിയും ഒക്കെ പോയത് ഓർമ്മയില്ലേ? കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ശരി. അപ്പോൾ നിസാജുത്രം പറയുന്നത് ഇത് ഓലപ്പാമ്പാണ് എന്ന് എന്നോട് പറയുന്നു. കിഷോർ കോന്നി പറയുന്നു ഹായ് മനു എന്ന് എന്നോട് പറയുന്നു. ഓക്കെ, ഹായ് കിഷോർ കോന്നി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. CBI വരട്ടെ, അത് കഴിഞ്ഞു പോരെ,
ചർച്ച എന്ന് ശിവശങ്കരൻ പറയുന്നു. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ചർച്ച തിരിക്കാനുള്ള കുതന്ത്രം മാത്രമാണിത് എന്ന് പറയുന്നു. ഹായ് നമസ്കാരം എന്ന് എന്നോട് പറയുന്നു അരുന്ധതി കോലം. CBI വരണം എന്നാണ് അവരും ആവശ്യപ്പെടുന്നത്. CBI വന്നാൽ അറിയാം എന്ന് പറയുന്നു. കേരളത്തിൽ രാഷ്ട്രീയം മലീമസമായിരിക്കുന്നു എന്ന് മിസ്റ്റർ മണി എന്നോട് പറയുന്നു. ഏതായാലും ശ്രീ മണിയുടെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ പ്രതികരണങ്ങൾ ഞാൻ നോക്കും. ഈ കാര്യം അദ്ദേഹത്തെ പോലുള്ള നിരവധി ആളുകൾ ഈ ഒരു ആശങ്ക പങ്കുവെക്കുകയാണെന്ന്. കുറേ കൂടി സത്യസന്ധരും അല്ലെങ്കിൽ നീതിബോധമുള്ളവരുമായി മാറണം രാഷ്ട്രീയ നേതൃത്വം എന്ന് ആഗ്രഹിക്കുന്നവർ വലിയ ഒരു വിഭാഗമാണ്. അതിൻ്റെ ഒരു വക്താവ് കൂടിയാണ് എനിക്ക് തോന്നുന്നു ശ്രീ മണി. കേരളത്തിൽ രാഷ്ട്രീയം മലീമസമായിരിക്കുന്നു. പ്രത്യയശാസ്ത്രപരമായും ജനക്ഷേമപരമായും മാറ്റങ്ങൾ വരുത്തേണ്ട രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ ദുർഗന്ധവും അത്തരം വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ശ്രീ DRMP മണി എന്നോട് പറയുന്നു. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ രാഷ്ട്രീയം ഇത് തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതിനുശേഷമുള്ള കാലഘട്ടത്തിലെ എത്രമാത്രം ത്യാഗനിർഭരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലെ നേതാക്കൾ നടത്തിയിരുന്നത്. പിന്നീട് അതിനെന്ത് സംഭവിച്ചു എന്ന ചോദ്യം അവിടെ വരികയാണ്. കോൺഗ്രസ് പിരിക്കും മുക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ കൃഷ്ണൻകുട്ടിയാണ് കേട്ടോ, മണിമലയിൽ നിന്നാണ്. ഇന്ന് വിളിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അന്വേഷണം വേണം എന്ന് പറയുന്നു. വിവരമില്ലായ്മ ബോധ്യപ്പെട്ടല്ലോ ശ്രീ രവീന്ദ്രൻ്റെ തിരിച്ചുവരവിനെ ഷാജി ഭാസ്കർ അനുമോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്നും ഷാജി ഭാസ്കറോട് പറയുമായിരുന്നു, ആളുകളെ നമ്മൾ നിരന്തരം തിരുത്താൻ ശ്രമിച്ചാൽ ആളുകൾ തിരുത്തും. കാരണം ഇതൊരു സംവാദവേദിയാണെന്നും ഇത് ഗൗരവമുള്ളൊരു സംവാദവേദിയാണെന്നും ഇവിടെ ഗൗരവത്തോടു കൂടിയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും നമുക്ക് ആളുകളെ പതുക്കെയെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയും. ആളുകൾ ബോധ്യപ്പെട്ടു വരുന്നു. അപ്പോൾ ഷാജി എപ്പോഴും പറയാറുള്ളതാണ്, ഈ പൊതുവേദിയിൽ സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കാൻ ആളുകൾ എല്ലായ്പ്പോഴും തയ്യാറാകണമെന്ന്. അപ്പോൾ ഷാജിയും ഈ ഒരു തീരുമാനത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻകുട്ടിയും രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിക്ക് അഭിവാദ്യങ്ങൾ നേരുന്നുണ്ട്. അപ്പോൾ എത്രയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അത് നല്ല ഭാഷയിൽ പറയുക എന്നത് തന്നെയാണ്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി അന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു മോശം വാക്ക് ഉപയോഗിച്ചതും അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ അന്ന് ചീത്ത പറഞ്ഞതും പിന്നീട് ഉപദേശിച്ചതും അങ്ങനെ അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഈ മോശം ഭാഷ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചതിനുമൊക്കെ കുറിച്ച്. അപ്പോൾ അതൊരു നല്ലൊരു രീതിയാണ്. അപ്പോൾ ആ ഒരു രീതി ശ്രീ കൃഷ്ണൻകുട്ടിയും അംഗീകരിക്കുന്നു. പിരിച്ചു വീട് വെയ്പ്പ് എപ്പോഴും കോൺഗ്രസും നേതാക്കൾക്കും ഒരു ചാകരയാണെന്ന് ഷാജി പറയുന്നു. പാലങ്ങളുടെ ആടും കോഴിയും വിറ്റ് കിട്ടിയ പണം കൊണ്ട് വിദേശത്ത് പോയി പാവങ്ങളുടേന്നായിരിക്കും ഉദ്ദേശം. പാവങ്ങളുടെ ആടും കോഴിയും വിറ്റ് കിട്ടിയ പണം കൊണ്ട് വിദേശത്ത് പോയി പുട്ടടിച്ച് ഇടതു നേതാക്കളെ പോലെയാണോ എല്ലാവരും എന്ന് എന്നോട് ജയകുമാർ ചോദിക്കുന്നു. അന്വേഷണം നടക്കട്ടെ, കുറ്റം കണ്ടുപിടിച്ചെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ, ഇല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഭരണകക്ഷിക്കായിരിക്കും എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയും. നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണ് രഘുനന്ദനൻ തിരുമുല്ലവാരം. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അഭിപ്രായം എപ്പോഴും പറയുന്ന ഒരു ഇടത് സഹയാത്രികനാണെന്ന് എനിക്കറിയാം. ഏതായാലും അദ്ദേഹം പറയുന്നത് ഇത് അന്വേഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ജിയോ വന്നിട്ടുണ്ട് കേട്ടോ. ലാവ്ലിൻ കേസ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പിണറായിയെ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടും അസംബ്ലി ഇലക്ഷനിൽ തൊട്ട് മുന്നേ നടന്ന ലാസ്റ്റ് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ഉമ്മൻചാണ്ടി ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു പ്രതികാര നടപടി അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു രൂപമാണോ ഇത് എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ആകരുത്. ഇത് ഒരു അന്വേഷണമായി വരണം. വിദേശത്ത് പോയി ഇംഗ്ലീഷ് പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ല എന്നാണ് അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞത് നമുക്കറിയാമല്ലോ എന്നാണ് സദാനന്ദൻ എന്നോട് പറയുന്നത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പലരും ചേരുന്നുണ്ട്. ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീനിവാസൻ കേൾക്കാമോ? ശ്രീരാജൻ കൂടി എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നാണ്. ശ്രീരാജൻ, പുതുവർഷത്തിൻ്റെ ആഘോഷമൊക്കെ ഗംഭീരമായിരുന്നോ? ഭയങ്കര ആഘോഷമായിരുന്നു. ഞാൻ തന്നെ ഉള്ളായിരുന്നു, പക്ഷേ ബോംബെയിലായിരുന്നു. ബോംബെയിലാണ്. അപ്പോൾ അവിടെ എന്താണ് ഇവിടെ ജുഹു ബീച്ചിലാണോ ആഘോഷം നടന്നത്? അല്ല, ഞാൻ അവിടെ കാണാൻ പോയതേ ഉള്ളൂ, ഒന്ന് കറങ്ങിയതേ ഉള്ളൂ. പക്ഷേ കാര്യമായിട്ട് ഞാൻ പോയില്ല. കാരണം എനിക്ക് എന്റെ പ്രായം സാറിന് അറിയാമല്ലോ, 68 ആകുന്നു. 68ഒക്കെ ഒരു പ്രായമാണ്. അതൊക്കെ യങ് ഏജ് എന്നാ പറയുന്നത്. 68-നെയൊക്കെ യങ് ഏജ് ആണ്. പക്ഷെ കൂടുതൽ സമയമൊന്നും നിൽക്കാനുള്ള ശക്തിയില്ല. ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആളാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടോ? പിന്നെ ആൾക്കാർക്കെല്ലാം കാണും സാറേ, 15 കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കുറയും, ഈ ക്രൈസ് ഒക്കെ ഒന്ന് കുറയും. ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുനർജനിയെ കുറിച്ച്. ഫെമ ഒക്കെ അന്വേഷിക്കണമെങ്കിൽ വിജിലൻസിനെ കൊണ്ട് പറ്റത്തില്ല, അത് CBI കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണോ ഇത് മനസ്സിലായത്?
അതിപ്പോ എത്ര നാൾ കഴിഞ്ഞെങ്കിൽ എന്താ ഇപ്പം അന്വേഷിക്കുന്ന ഇവരിപ്പം വിജിലൻസ് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുത്തു. അത് പല ഓഫീസർമാരും ചെക്ക് ചെയ്തിട്ട് വേണോ വേണ്ട എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ വരുന്നത്. പിന്നെ അതിപ്പം സ്വർണ്ണക്കൊള്ള പിന്നെ ഇപ്പം മാർക്സികാരാ ചെയ്ത് CPM ചെയ്തെന്നൊക്കെ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അന്വേഷിച്ച് ഇപ്പം സോണിയാഗാന്ധിയെ പിടിക്കാൻ പോവാ. സോണിയാഗാന്ധിയുടെ പുറകെ നിൽക്കുന്ന ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു പയ്യനാ. അവൻ എന്തിനാ വന്നത്, എന്തിനാ കൊണ്ടുപോയത്, ഇതൊക്കെ ഇനി അന്വേഷിച്ച് വരണം. അതിനിപ്പോ ED പറയുന്ന അവരന്വേഷിക്കാൻ പോവാന്നാ പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനിയിപ്പം ഉടനെ ഇപ്പൊ ഇലക്ഷൻ കണ്ടുകൊണ്ടാ ഇത് കൊടുത്തെന്നൊക്കെ ആൾക്കാർ പറയുന്ന മണ്ടത്തരം ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. 4 മാസം കൂടെ ഉണ്ട് ഇനിയും ഇലക്ഷന്. അതിനു മുമ്പ് ഇതിന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞ സാറ് പറഞ്ഞു 250 വീട് വെച്ചു കൊടുത്തു. ഒന്ന് കാണിക്കാമോ സാറിന് അവിടെ 250 കണ്ടിട്ടില്ല കേട്ടോ. ഇത് 250 വീട് വെച്ചു കൊടുത്തു എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം എനിക്ക് പറയാൻ പറ്റും. ഏതായാലും ഇത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചു, പുനർജനി പദ്ധതിക്കായി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചു എന്നാണ് ഇതിന്റെ റിപ്പോർട്ട്. UK നിന്ന് 22,500 പൗണ്ട്, അതായത് ഏതാണ്ട് 19 ലക്ഷം രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ആ റിപ്പോർട്ടിലുണ്ട്. സാറേ 26 28 വീടേ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവിടെ ഇവിടെയൊക്കെ കല്ലിട്ടിരിക്കുന്നു, കുറച്ച് പണിയാതെ കിടക്കുന്നു, അങ്ങനെ കിടക്കുന്നു. ഒരുപാട് ആൾക്കാർ പരാതി അയച്ചത് കൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പോലീസ് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇത് പറ്റത്തില്ല, ഇത് പിന്നെ വിജിലൻസ് അന്വേഷിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ വിജിലൻസിന് കൊടുത്തു. വിജിലൻസ് അന്വേഷിച്ച് ലാസ്റ്റില് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ സമ്മതം കിട്ടിയിട്ടില്ല ഇത് പിരിക്കാനുള്ള പൈസ. ഇതെല്ലാം അന്വേഷിക്കണമെങ്കിൽ CBI അല്ലെങ്കിൽ ED വേണം. എന്നിട്ട് ആ പുള്ളിയെ വെല്ലു വിളിച്ചല്ലോ നിയമസഭയില്, CBI അന്വേഷിച്ചോട്ടെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നെന്തിനാ ഈ കോൺഗ്രസ്സുകാരിലും കരയുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല. അന്വേഷിക്കട്ടെ, ശരിയായിട്ട് അന്വേഷിക്കട്ടെ. ബാക്കിയുള്ള പൈസ മുഴുവൻ തിന്നു. ഈ VD സതീശനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ലാംബെട്ര സ്കൂട്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 3 വീടുകളായി, 4 5 വണ്ടികളുണ്ട്. ഭയങ്കര കാശുകാരനാണ്. അല്ല, അന്ന് എല്ലാവർക്കും ലാംബെട്ര സ്കൂട്ടറൊക്കെ അല്ലേ ഉള്ളത്. അന്നിപ്പോ പൾസർ ബൈക്കുകളോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സൂപ്പർ ബൈക്കുകളൊന്നും ഇല്ലല്ലോ. അന്ന് എല്ലാവർക്കും ലാംബെട്ര സ്കൂട്ടറാണ്. എന്റെ വീട്ടിൽ ഒരു ലാംബെട്ര സ്കൂട്ടറായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ലാംബെട്ര സ്കൂട്ടറാ, പഴയ പിന്നെ പുതിയതല്ല. അങ്ങനെ നടന്ന ഒരാളാ. എന്നിട്ട് ഇപ്പൊ വലിയ വാചം അടിക്കുന്നു. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കൊണ്ടുവരട്ടെ. എന്തിനാ നേരിട്ട് അന്വേഷിച്ച് വരട്ടെ. ശരി, ഓക്കെ. അപ്പൊ സ്കറിയ കൂടി എന്നോടൊപ്പം ചേരുന്നു ചെറുപുഴയിൽ നിന്ന്. സ്കറിയയോട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസം ആയോ എന്നൊരു സംശയം അല്ലേ ശ്രീ സ്കറിയ? ഹലോ, നമസ്കാരം മനു. നമസ്കാരം. കുറെ ദിവസം ആയല്ലോ അല്ലേ? ഞാൻ 31-ാം തീയതി 11 പ്രാവശ്യം ബെല്ലടിച്ചു. ജന്മം ചെയ്താൽ നിങ്ങളുടെ ഓഫീസിലെ ഫോൺ എടുക്കണ്ടേ? അല്ല, അത് ഫോൺ എടുക്കാത്തതല്ല, അത് ഓൾറെഡി ലൈനുകൾ കണക്റ്റഡ് ആയി നിൽക്കുമ്പോൾ റിങ് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഫോൺ എടുക്കാതിരിക്കില്ല. ഞാൻ 3 മണിയാകാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ തുടങ്ങി അടിക്കുന്നതാണ്. കിട്ടിയില്ല. ഞാൻ ഇതിനകത്ത് മെസ്സേജ് അയച്ചു, ഇനി മേലിൽ ഇത് കാണുകയില്ല, ഈ ചാനലും കാണുക എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഈ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈ ചാനൽ അങ്ങ് വെച്ച് പോവുക. അത് നമ്മള് എന്തൊക്കെ തന്നെ പിണങ്ങിയാലും ഞാൻ ശ്രീ സ്കറിയുമായ ഒരു ആത്മബന്ധം നമ്മൾ കണ്ടിട്ടില്ല, നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ. 4 മണിയാകുമ്പോൾ അങ്ങേ കണ്ടിൽ കാണാതായാലും ഞാനും അന്വേഷിച്ചു. ഞാനിപ്പോൾ നമ്മുടെ പല ആളുകളെ കുറിച്ച് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ആലോചിക്കുകയെന്ന് കേട്ടോ. നമ്മുടെ മോഹൻദാസ്, അതെ അതെ. അപ്പോൾ നമ്മുടെ മോഹൻദാസ് ആലത്തൂര് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആരെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം വിളിക്കാത്തതെന്ന് ഞാൻ ചോദിക്കണം. ചിലപ്പോൾ ഇതുപോലെ പിണങ്ങിയിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ എന്നെ എപ്പോഴും പുകഴ്ത്തി പാട്ടൊക്കെ പാടും നമ്മുടെ തിലകനെ ഇപ്പോൾ കാണാനില്ല. അതുപോലെ നമ്മുടെ ദുബായിൽ നിന്ന് വിളിക്കുന്ന അബ്ദുറഹ്മാനെ ഇപ്പോൾ കാണാനില്ല. അങ്ങനെ പല ആളുകളും ഇപ്പോൾ പൊതുവേദിയിൽ പല പല കാരണങ്ങൾ കൊണ്ട് വിളിക്കുന്നില്ല. ഇനി പിണങ്ങിയിരിക്കുകയാണോ എന്ന് അറിയില്ല. അപ്പോൾ സ്കറിയ, പണികളുണ്ട്, എല്ലാ പരിപാടികളും നടക്കണം, അങ്ങനെയൊക്കെയുള്ള ഇതിലാണ്. ശരി. അപ്പൊ ഈ ഒരു വിവാദം കേൾക്കുന്നത് UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇന്റർനാഷണൽ ട്രസ്റ്റ് ആണ് എന്ന NGO വഴിയാണ് മണപ്പാട് ഫൗണ്ടേഷൻ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. UK സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്ത് യന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൻ്റെ ചർച്ച ചെയ്ത് മറ്റു കാര്യങ്ങൾ തീരുമാനിച്ചതായിരിക്കും എന്നാണ് വിവരം. ഏതായാലും നേരത്തെ പലതവണ പുനർജനി പദ്ധതി അന്വേഷിച്ച് ചർച്ചയാക്കിയതാണ്. 2023 VD സതീശൻ പുനർജനി പദ്ധതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം നടത്തിയെന്ന റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീ സ്കറിയ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പലതവണ അന്വേഷിച്ച് പോയ ഒരു സാധനം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഭീതി ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കമാണോ, അതോ ഇത് യഥാർത്ഥത്തിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സംഭവം ഇതിന് പിന്നിലുണ്ടോ? ഇതില് മനു, ഇതിനകത്ത് 2-3 വശങ്ങളുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും എല്ലാ പാർട്ടിക്കാരും ഇത് ചെയ്യുന്നതാണ്.
അത് ചെയ്യുമ്പോ എന്നാ കാണിക്കുന്നതെന്ന് ചോദിച്ചാല് മകൻ ചത്താലും മരുമോടെ കണ്ണുനീര് കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരു പഴഞ്ചലുണ്ടല്ലോ. അപ്പൊ ഇത് ഇപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ കൊല്ലം വിളിച്ചപ്പോൾ ആന്റണി രാജുവിനെ കുറിച്ച് പറഞ്ഞത് മനു ഓർക്കുന്നുണ്ടായിരിക്കും. ശിക്ഷ കിട്ടും. ഇന്നലെ ആന്റണി രാജുവിന് ശിക്ഷ കിട്ടിയപ്പോ ആന്റണി രാജു പാവം പറയുകയാണ് നിയമത്തിന്റെ വഴിക്ക് പോകും, അങ്ങോട്ട് പോട്ടെ എന്ന്. അപ്പം ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് 60 വയസ്സായി, രാഷ്ട്രീയത്തിന്റെ മൂല്യം എല്ലാ പാർട്ടികളുടെയും പോയി കാശുണ്ടാക്കിയാൽ മതി. എങ്ങനെയും കാശുണ്ടാക്കണം. ഇവര് പാവപ്പെട്ട ജനങ്ങളുടെയോ ഒരു പാർട്ടിക്കാരനും പാവപ്പെട്ട ജനങ്ങളുടെയോ സാധാരണക്കാരുടെയോ ഒന്നും ഒരു കാര്യം നടക്കില്ല. മനുവിന് ഓർമ്മ കാണും, മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടിരുന്ന കമാൽ പാഷ പറഞ്ഞൊരു കാര്യമുണ്ട്. നിയമം സംരക്ഷിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യേണ്ട സഭയാണ് നിയമസഭയും പാർലമെന്റും അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസുകൾ സാധാരണക്കാരന് നടത്താൻ വരാൻ സമയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും MLA-മാരുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും കേസ് കാരണം പാവപ്പെട്ടവനങ്ങ് വരാൻ പറ്റിയത് പുള്ളി പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണ്. പിന്നെ ഇവര് നമ്മുടെ നികുതി പണം മേടിച്ചിട്ട് അവിടെ ഇരുന്ന പല തോന്നിയെ പോലെ വിവരം കെട്ടവരൊക്കെ പറയുന്നത് എന്താ, പുള്ളി പെൻഷൻ മേടിക്കുന്നില്ലേ, മന്ത്രിയുടെ പെൻഷൻ മേടിക്കുന്നുണ്ട്, MLA പെൻഷൻ മേടിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മേടിക്കുന്നുണ്ട്. ഇവരെല്ലാം ഈ പാവപ്പെട്ടവന്റെ മുഖത്തേക്ക് കുതിര കയറുക. ഇപ്പൊ ഇത് ഈ കേസ് നടത്തോട്ടെ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ VD സതീശനല്ല സോണിയാഗാന്ധി ആണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഭരണപക്ഷത്തിരിക്കുന്നവരുടെ പലരുടെയും കേസുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. അവർക്ക് ഈ ഇപ്പൊ നേരത്തെ വിളിച്ച ഒരു സഹോദരൻ പറഞ്ഞു കേട്ടു, പുള്ളിക്ക് സ്കൂട്ടിയെ ഉണ്ടായതുള്ളൂ, ഇപ്പൊ കുറെ 3-4 വീടുണ്ടെന്നൊക്കെ. അങ്ങനെ വീടൊക്കെ ഉള്ള പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ നാട്ടില്. ഞാൻ പല ചില നേതാക്കളുടെയൊക്കെ ആത്മകഥയൊക്കെ എടുത്ത് വായിക്കുമ്പോൾ കാണാം, അന്ന് പണമില്ലാത്തതുകൊണ്ട് പഠിപ്പ് നിർത്തി പല പണിക്ക് പോയ ആളുകളാണ് പിന്നെ ബീഡി തൊഴിലാളിയായും നെയ്ത്ത് തൊഴിലാളിയും ഒക്കെ ആയി പോയവർ പിന്നെ കാണുന്നത് മണിമന്ദിരങ്ങളിലാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് സന്തോഷം തന്നെ. ബീഡി തൊഴിലാളിയായി നെയ്ത്ത് തൊഴിലാളിയൊക്കെ പോകുന്നവർ കോടീശ്വരന്മാരാവുമെങ്കിൽ സന്തോഷം തന്നെ. പക്ഷെ അങ്ങനെ മറ്റാളുകളാകുന്നില്ലല്ലോ എന്ന ദുഃഖം എനിക്കുണ്ട് കേട്ടോ. അതെ, അന്ന് ഈ രാഷ്ട്രീയത്തിന് മൂല്യമുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടി ഏതാണെങ്കിലും ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഞങ്ങൾ ഒരു ജനമാണ്, ഒരു മനസ്സാണെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് EMS നയനാര് അങ്ങനെ നമ്മുടെ അച്യുതാനന്ദന്റെ കാലം വരെയുള്ളൂ. അത് കോൺഗ്രസിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. മുതിർന്ന നേതാക്കന്മാരില്ല ഇപ്പം ഈ കുതികാല് പെട്ടലും എങ്ങനെയാണോ കുറ്റം പറയില്ല. അപ്പൊ ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും അല്ല ചെയ്യേണ്ട. കൃത്യമായ ഇത് TN ശേഷം വന്നു കഴിഞ്ഞ പിന്നെയാണല്ലോ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്നും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നും പറയുന്നത്. ഇനിയും തെരഞ്ഞെടുപ്പുകളിൽ മാറ്റം വരാനുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ എതിർ പാർട്ടി അവനെ ഭീഷണിപ്പെടുത്തും. നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കണ്ടോ, എന്റെ അടുത്ത പഞ്ചായത്തായ സ്ഥലങ്ങളിൽ പോലും അവിടെ നാമനിർദ്ദേശം കൊടുത്ത ആൾക്കാരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്. അതെല്ലാം മാറണം. ജനാധിപത്യമില്ല ഇവിടെ. ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഇതിന് ചെയ്യാം. പിന്നെ VD സതീശൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായും ഇതിനെ കുറ്റം ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു 700 ചില്ലുവാനും കോടി രൂപ മുണ്ടൊക്കെ ചൂരന്മലയില് മേടിച്ചായിരുന്നു. ഈ ചമതച്ചാലിൽ ഒരു പാവപ്പെട്ട ഒരാളെ 1 ഏക്കർ സ്ഥലം ദാനമായി കൊടുത്തു. അങ്ങനെ പലതും ദാനമായി കൊടുത്തു. അവിടെ മനു കുറച്ചു കാലം കഴിയുമ്പോൾ നോക്കാം, അവിടെ ഒരു പാർട്ടി ഓഫീസ് കാണും ആ 1 ഏക്കർ സ്ഥലത്ത്. അപ്പൊ ഈ 700 ചില്ലാനും കോടി രൂപ എന്ത് ചെയ്യും? എന്നിട്ട് പറയാ കേന്ദ്രം തന്നില്ല, കേന്ദ്രം കൊടുത്ത് കാണുകയല്ല ശരിയാല്. അത് മേടിച്ചെടുക്കാനുള്ള കഴിവ് ഇവിടെ ഇല്ലാത്ത ഭരണാധികാരികള് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഇത് ഇവിടെ എന്ത് നടക്കും? അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് നടക്കും. അപ്പൊ അത് ഈ 6 പേരുടെ ആരോപണം ഉന്നയിക്കുന്നു, അവർക്ക് ഇരട്ടി ബലം നൽകുന്ന ഒരു പ്രസ്ഥാനമാകും ഈ കേസ്. ശരി, വ്യക്തമാണ്. അപ്പൊ വിജയകുമാർ എന്നോട് ഇപ്പം ചേരുന്നുണ്ട് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, ഇത് കേസുകൾ ഇങ്ങനെ വരുന്നു, പക്ഷേ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് അന്വേഷണവും നടപടിയും അങ്ങനെ പോകുന്നു. എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു എന്നല്ലാതെ ഒന്നിലും ഒരു വ്യക്തത വരുന്നില്ല എന്ന ആശങ്ക ചിലരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീ വിജയകുമാറിന് എന്ത് തോന്നുന്നു? ഈ ആരോപണം കുറച്ച് കേൾക്കാനൊക്കെ കുറച്ചായല്ലോ. അപ്പൊ ഇത് വിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. അത് അങ്ങനെ കൂടുതൽ സാധ്യത ഉണ്ട്. VD സതീശൻ മറ്റുള്ള ആൾക്കാർക്കെതിരായിട്ട് ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന ആളാണ്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇത് എത്ര കാലം, ഇത് 10-11 മാസം ഇത് ഇങ്ങനെ സർക്കാർ പിടിച്ചു വെച്ചത് എന്തുകൊണ്ടായിരിക്കും? അത് ഈ കോടതി അല്ലെങ്കിൽ വിജിലൻസ് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് നീണ്ടു നിൽക്കാൻ കൂടുതൽ ഇന്നത്തെ എനിക്ക് സാധ്യതയല്ലോ. ഞാൻ മുമ്പൊരിക്കൽ പറയുണ്ടായി, ശരിക്കും കുറ്റവും ശിക്ഷയുമില്ലാത്ത വ്യവസ്ഥിതി അത് അധികം കാലം വൈകാതെ തന്നെ വരും. അത് പലർക്കും ജനിച്ചിട്ടുണ്ടാവില്ല.
കാരണം ഇത് കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നുണ്ട്. ഈ കുറ്റം ചെയ്യാത്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടുന്ന സ്ത്രീ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ബുദ്ധിമുട്ട് ഇഷ്ടം പോലെ അനുഭവിക്കുന്നുണ്ട് കുറ്റം ചെയ്യാത്ത ആൾക്കാർ. അപ്പൊ ഇതൊക്കെ മാറ്റം വരാൻ അധികം വൈകാതെ തന്നെ മാറ്റം വരും എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ്. എല്ലാവരും ശിക്ഷിക്കണം എന്ന് അങ്ങനെ അഭിപ്രായമൊന്നും എനിക്കില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ എന്നോട് മഹേഷ് എന്നോടൊപ്പം ചേരുന്നു. മഹേഷേ, ആന്റണി രാജു ഇന്നലെ വലിയൊരു പ്രതിസന്ധിയിലായി. അപ്പോൾ അതിന് ബദലായി ആ വാർത്തയൊന്ന് മറച്ചുവെക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്ന് പറയുന്നവരും ഉണ്ട്. അതല്ല, ഇതൊക്കെ ഒരു അന്വേഷണം വരേണ്ടതാണ്. വിദേശത്ത് നിന്ന് തുക പിരിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഏജൻസി CBI ആണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ CBI ഇത്രയും കാലം കൂട്ടിലടച്ച തത്തയല്ലേ, കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമല്ലേ, കേന്ദ്ര സർക്കാരിൻ്റെ പിടിയിലുള്ളതല്ലേ എന്നൊക്കെ പരിഹസിച്ചവരാണ് ഇപ്പോൾ ഇതിന് തയ്യാറാകുന്നത് എന്ന് പറയുന്നവരുണ്ട്. അതേസമയം പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നു എല്ലാ ഏജൻസിയെയും അങ്ങനെ മുഴുവനായി തള്ളിക്കളയേണ്ടതില്ലെന്ന്. അപ്പോൾ ഇതിൽ എന്ത് വിശ്വസിക്കണം ജനം? ശ്രീ മഹേഷ്. നമസ്കാരം മനു. നമസ്കാരം മനു, ഇതിനകത്ത് ഇന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്കെല്ലാം, അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കെല്ലാം ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. കാര്യം ഇത്രയും കാലങ്ങൾ കൊണ്ട് ഈ കേസ് ഇങ്ങനെ വന്നും മാറിയും തിരിഞ്ഞു പോവാം. വിജിലൻസ് അന്വേഷിച്ചു, ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച കേസാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രമാണോ ഇത് പെട്ടെന്ന് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊരു ശുപാർശ ചെയ്യാനായിട്ട് ഇവർക്കൊരു വെളിവുണ്ടായത്? ശബരിമല കൊള്ളക്കേസിലും ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലും അതേപോലെ ആന്റണി രാജുവിന്റെ തൊണ്ടി മുതൽ അടിച്ചു മാറ്റിയ കേസിലും എല്ലാം മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന CPM-ന് ഇന്ന് അവസാന കാലമായപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ടുള്ള യാതൊരു ഇതുമില്ലാതെ വന്നപ്പം അവർ കണ്ടെത്തി കൊണ്ടുവന്ന ഒരു സ്റ്റണ്ട് മാത്രമാണ് ഇന്ന് ഈ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള CBI അന്വേഷണ ശുപാർശ. ഇന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഓലപ്പടക്കമാണ്, ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന്. അത് തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ള പരിപൂർണമായിട്ടുള്ള എല്ലാ ജനങ്ങളും ബോധ്യപ്പെടുത്തുന്നത്. കാര്യം ഈ സർക്കാരിന്റെ ഒരു അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇത്. അപ്പൊ ആ സർക്കാരിന് ഒരു രീതിയിലും ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിക്കാട്ടാനുള്ള ഒരു കാരണങ്ങളുമില്ല. ഇപ്പൊ ഇവര് വീടാന്തരം കയറി ഇറങ്ങി ഇവർ എന്താ പറയാൻ പോണോ? ശബരിമലയിലെ സ്വർണ്ണം ഞങ്ങൾ കട്ടില്ലെന്നോ, അതോ ആന്റണി രാജു തൊണ്ടിമുതൽ മാറ്റിയില്ലെന്നോ? ശബരിമലയിലെ കിണ്ടി മുതൽ വിദേശീയത ജെട്ടി വരെ അടിച്ചു മാറ്റിയ ഒരു സർക്കാരാണ് ഇവിടെ കേരളം ഭരിക്കുന്നത്. എന്നിട്ട് അവരാണ് ഇല്ല ഒരു കാല് മന്തുള്ളവനെ രണ്ട് കാലി മന്തുള്ളവൻ കുറ്റം പറയുന്ന കൂട്ടുള്ള പരിപാടികളാണ് ഇവിടെ കാണിച്ചത്. ലാവലിംഗ് കേസിന്റെ CBI അന്വേഷണം എവിടെ എത്തി? സുപ്രീം കോടതിയിൽ അന്വേഷണം വിളിച്ചിട്ട് ഇത്രയും കാലമായിട്ട് എവിടെങ്കിലും എത്തിയിട്ടുണ്ടോ? കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന മലയാളികളല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ മനു? ഓക്കെ, അപ്പൊ ഇത് എവിടെ എത്തില്ല എന്ന നിലപാടിലാണ് താങ്കളും, അല്ലേ? ഇതിന് തെളിവില്ലല്ലോ മനു. ഇത് വിജിലൻസ് അന്വേഷണം അന്വേഷിച്ച് 2 തവണ ഇത് അന്വേഷിച്ച കേസല്ലേ, ഇതിനൊരു തെളിവില്ലല്ലോ. ഇത് വെറുതെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അവർക്ക് ഈ പറയുന്ന സ്വർണ്ണ കൊള്ള കേസും ഈ പറയുന്ന ആന്റണി രാജുവിന്റെ MLA സ്ഥാനം പോയില്ലേ, അയോഗ്യനായില്ലോ. ഇന്ന് സ്പീക്കർക്കും കണ്ട് ഇത് നോട്ടീസ് അയച്ചപ്പം നോട്ടീസ് അയച്ചപ്പം പറയുന്നു അയോഗ്യനായി, ഇനി അതിനകത്ത് MLA സ്ഥാനം രാജിവെക്കുന്നത് പ്രസക്തിയില്ലെന്ന്. അപ്പൊ അങ്ങനെ അത്രത്തോളം മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന CPM-നെ പോലൊരു പാർട്ടിക്ക് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആരോപണം മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഒരു CBI അന്വേഷണ ശുപാർശ. വ്യക്തമാണ്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. അപ്പോൾ മഹേഷിന്റെ നിലപാടുകൾ വ്യക്തമാണ്. അപ്പം ഏതാണ്ട് 11 മാസം മുമ്പാണ് യോഗേഷ് ഗുപ്ത, വിജിലൻസ് ഡയറക്ടർ, ഇതുപോലെ ഒരു ശുപാർശ സർക്കാരിന് മുന്നിലേക്ക് വെച്ചത്. അത് സർക്കാർ അംഗീകരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ ഗ്ലാഡിയേറ്റർ ഉണ്ട്. ഇപ്പോൾ ഷാജി ഭാസ്കർ എന്നോട് പറയുന്നു ചൂരൽമലയിൽ എന്താണ് നടക്കുന്നതെന്ന് സ്കറിയയോട് പറഞ്ഞു കൊടുക്കണേ, കോൺഗ്രസിൻ്റെ വീട് പണി എന്തായി എന്നും അദ്ദേഹം പറയണേ എന്നാണ് നമ്മുടെ സ്കറിയ ചെറുപുഴയിൽ നിന്ന് വിളിച്ചത്, അദ്ദേഹത്തിനുള്ള മറുപടിയാണ്. അപ്പോൾ പത്മകുമാർ, വാസു, ആന്റണി രാജു, കടകംപള്ളി, ഇപ്പോൾ സതീശനും കൂടുമ്പോൾ ഇത് ഇന്ത്യ മുന്നണിയായി എന്ന് ഗ്ലാഡിയേറ്റർ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദീപു ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ദീപു കേൾക്കാമോ? ദീപു, ഹലോ. ദീപു ദുബായിലെത്തിയോ? ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ ഇപ്പൊ അത് കുറെ പേരുടെ പേരുകൾ പറഞ്ഞു കാണാത്തവരുടെ കൂട്ടത്തിൽ. അപ്പൊ ഞാൻ ദീപുവിന്റെ പേര് പറയണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പൊ ദുബായിലേക്ക് പോയി.
അതെ, അതെന്താ വെച്ചാല് പഴയ കമ്പനി വിളിച്ചു. അപ്പൊ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റെസ്പെക്ട് അല്ലേ നമുക്ക് തരുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും വിളിക്കുക എന്ന് പറയുന്നത്. അത് അന്ന് നടത്തിയ സ്തുത്യർഹമായ സേവനത്തിന് കിട്ടുന്ന ഒരു സ്വർണ്ണ പതക്കം കൂടിയാണ് കേട്ടോ. 5 വർഷം കഴിഞ്ഞ് ഓർക്കുന്നു, വിളിക്കുന്നു എന്ന്. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളും അതിൽ സന്തോഷിക്കുന്നു. അപ്പോൾ ദുബായിൽ നമുക്കൊരു പ്രേക്ഷകനായി. നമുക്ക് അവിടെ വേറെ നമ്മുടെ ഒരു പ്രേക്ഷകനെ ഇപ്പൊ കാണാനില്ല. ദുബായിൽ നമ്മുടെ അബ്ദുറഹ്മാൻ സാധാരണ വിളിക്കുന്നത് കാണാനില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞാൻ കണ്ടെത്താം. നമുക്ക് അബ്ദുറഹ്മാനെ കണ്ടുപിടിക്കണം. നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ ദീപുവിന് ഒരു പക്ഷേ ഇത് കുറേ കൂടെ വിശദമായിട്ട് അറിയാൻ കഴിയുമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയപ്പോൾ കാണിച്ച ഒരു ഓല പാമ്പാണോ ദീപു, അതോ ഇത് മനുഷ്യൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണോ? വിദേശത്ത് നിന്ന് ഇത്തരം പണം പിരിച്ചിട്ടുണ്ടോ? ഇത് പല തവണ ഇത് സംബന്ധിച്ച് 2018 പ്രളയ ദുരന്തം മുൻനിർത്തിയാണല്ലോ ഇങ്ങനെയൊരു സംഭവം നടന്നത്. അപ്പോൾ അന്ന് വലിയൊരു സോഷ്യൽ ആക്ഷൻ പ്രോജക്റ്റ് എന്ന നിലയിൽ കൊണ്ടുവന്ന ഈ പദ്ധതി എന്ത് സംഭവിച്ചു? ഇതൊക്കെ ജനങ്ങളോട് പറയാൻ ഉള്ളൊരു സന്നദ്ധത ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ? നമുക്ക് ആദ്യം ഈ കേസിന്റെ കാര്യം പറയാം, എന്നിട്ട് പിന്നെ ഇതിനെ പറ്റിയുള്ള പുറത്തുവിടേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ആദ്യം ഒന്ന് പറയട്ടെ, ഈ കേസ് 2020 പരാതി കിട്ടി, അതിന്റെ അന്വേഷണം എല്ലാം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏപ്രിലാണെന്ന് മനു തന്നെ പറഞ്ഞു. 2025 ഏപ്രിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഇപ്പോഴാണ് അത് പുറത്തു വരുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, അതായത് ആഭ്യന്തര വകുപ്പില് ഇത് കൊടുത്തിട്ട് ഏപ്രിലില്. ഇപ്പോഴും സ്റ്റാറ്റസ് അത് തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് മുഖ്യമന്ത്രി എന്തെങ്കിലും അന്നും തീരുമാനം എടുത്തിട്ടില്ല, ഇന്നും തീരുമാനം എടുത്തിട്ടില്ല. ഇന്ന് മാധ്യമങ്ങൾ അത് അറിഞ്ഞ് പുറത്ത് പറയുന്നു എന്നുള്ളതിനപ്പുറം വേറെ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത് പുറത്തു വന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഏപ്രിൽ തന്നെ വന്നതല്ലേ? എന്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തുവിടാത്തത്? അതായിരുന്നില്ലേ കൂടുതൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് അവരെ പ്രതിരോധത്തിലാക്കാമായിരുന്നല്ലോ. ഈ ശബരിമല എന്നൊക്കെ പറഞ്ഞ് അവർ നടത്തി ഇപ്പം സോണിയാഗാന്ധി വരെ എത്തി നിൽക്കുന്ന സംഭവത്തിൽ എതിർവാദമായിട്ട് ഉന്നയിക്കാമായിരുന്നല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത് പുറത്തു പറയുന്നത്, അല്ലെങ്കിൽ പുറത്തു വന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ സർക്കാർ പുറത്തു വിട്ടു എന്ന് പറയുന്നത് അതിനകത്ത് ഒരു അർത്ഥവും ഇല്ല, ഒരു കാര്യമില്ല. കാരണം ഇത് ഏപ്രിൽ മുതലുള്ള ഒരു സാധനമാണ്. അതേ സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നിയമോപദേശമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ സതീശൻ തന്നെ പറയുന്നത് എന്താണ്, ഇത് അന്വേഷണം വന്നു, അതിനകത്തിന്റെ ഏതോ ഒരു ഭാഗത്തുള്ള ഏതോ ഒരു കാര്യം വെച്ചാണ് ഇപ്പൊ ഇതൊക്കെ നടന്നതെന്ന് സതീശൻ തന്നെ ഇന്നത്തെ നിങ്ങളുമായി നടത്തിയിട്ടുള്ള മാധ്യമ സമ്മേളനത്തിൽ, അതായത് അങ്ങേരെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സതീശന് തന്നെ അറിയാം സംതിങ് ഈസ് ദർ സംവെർ എന്നുള്ളത്. അപ്പൊ ആ കാര്യം വെച്ചുകൊണ്ട് തന്നെ അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട് എന്ന് സതീശൻ തന്നെ സമ്മതിക്കുന്നു. അപ്പൊ അന്വേഷിക്കട്ടെന്നേ, അന്വേഷിച്ചിട്ട് ഇത് എന്താ വരേണ്ടതെന്നൊക്കെ അന്വേഷിക്കും. സതീശനെ സംബന്ധിച്ച് സതീശൻ എന്തെങ്കിലും അഴിമതി നടത്തുന്ന ഒരാളാണെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അയാൾ അങ്ങനെ ഇതുവരെ നടത്തിയിട്ടുള്ളതായിട്ട് എന്തെങ്കിലും തെളിവൊന്നും വന്നിട്ടില്ല. സിമി റോസ്ബെൽ ജോൺ ഇദ്ദേഹം നടത്തിയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതല്ലാതെ നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞില്ല. കാരണം അദ്ദേഹം മന്ത്രിയൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ അന്വേഷണം പുറത്തു വരട്ടെ. അദ്ദേഹം തന്നെ പറയുന്നു CBI വരട്ടെ എന്ന് പറയുന്നത്. ഈ ഇടതു സർക്കാരിനോടുള്ള ചോദ്യം അതാണ്, നിങ്ങൾ ഇത്രയും കാലം ഈ CBI കൂട്ടിലടച്ച തത്ത എന്ന് പറഞ്ഞു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പിടിയാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫോർക്കാണെന്ന് പറഞ്ഞു. ഇപ്പം പെട്ടെന്ന് CBI വരണം എന്ന് പറയുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ നിലപാട് മാറ്റുകയാണ്. പൂർണ്ണമായി തള്ളിപ്പറയണ്ട എന്ന് പറയും CBI എന്ന് പറയുമ്പോൾ നിലപാട് മാറ്റം ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിജിലൻസ് പറയുന്നത് ഞങ്ങളുടെ അന്വേഷണ പരിധിക്ക് അപ്പുറമാണ് ഇതിനകത്ത് ചില കാര്യങ്ങളുള്ളത്, അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ല, നിങ്ങൾ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇനി ഇതൊന്നും വേണ്ട, ഈ കേസ് ഞങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സതീശനെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയില്ലേ? മനു പറയില്ലേ? ന്യൂസ് 18 പറയില്ലേ? സതീശനുമായി ഇടപാട് എന്ന് പറയാലോ. അപ്പൊ ഈ കാര്യത്തിൽ സതീശൻ എന്താ ചെയ്യേണ്ടത്? അതെ, അപ്പം BJP-ക്കാര് പറയുമല്ലോ. അപ്പം ഞാൻ പറയുന്നത്, അപ്പൊ സതീശൻ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? സതീശൻ ചെയ്ത വീടുകളുടെ മുന്നിൽ പോയി നിന്ന് സതീശൻ ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പുറത്തുവിടട്ടെ. നമ്മൾ പോസിറ്റീവായിട്ട് കാണുക. അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ചെയ്ത 200 എത്രയോ വീടുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു അല്ലേ? ആ വീടുകളുടെ ഒരു ലിസ്റ്റ് ഒന്ന് പിന്നെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാണിക്കട്ടെ. എല്ലാവരുടെയും വീട് കാണിച്ചിട്ട് അതിനൊരു പിന്നെ എല്ലാവരുടെയും വീട് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞ് അവരെ, ആ വീട്ടുകാരെ നമുക്ക് ശല്യപ്പെടുത്തേണ്ടതില്ല. എന്നാലും അത് കാണിക്കാം. പക്ഷേ അത് ആ വീട്ടുകാരുടെ കൂടി ഉത്തരവാദിത്തമാണ് കേട്ടോ. കാരണം അവർക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇന്ന് തന്നെ മറ്റൊരു ചാനൽ ആ പ്രദേശത്ത് പോവുകയും അവിടെ അന്വേഷിച്ച് അരിച്ചു പറക്കിയിട്ട് ഒരു കല്ല് മാത്രമാണ് കിട്ടിയതെന്നും പറയുന്നു. ഇത് ന്യൂസ് 18 ഡാൻ കുര്യനെ പോലെയുള്ള മനോഹരമായി ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം അറിയുന്ന ആൾക്കാർ നിങ്ങളങ്ങോട്ട് വിടണം.
എന്നിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് പുറത്തുകൊണ്ട് ഇത് കാണാൻ കാത്തിരിക്കുക. സതീശൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ ഉള്ളതാണ്. അത് നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പുറത്തു വിടാമായിരുന്നല്ലോ. അപ്പൊ വെറുതെ മാത്രമല്ല മനു, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയ ലാവ്ലിൻ റിപ്പോർട്ടിൽ പിണറായി വിജയൻ പ്രതി അല്ലാതായിരുന്നിട്ടും അതിനെതിരെ കേസ് അങ്ങോട്ട് നീട്ടിക്കൊടുത്തത് എന്തിനാണ്? അപ്പൊ അവരൊക്കെല്ലാം ചെയ്യാം. സതീശനാകുമ്പോ പിന്നെ ബർമുഡ, സതീശന്റെ കേസാകുമ്പോ ഇതൊന്നും അന്വേഷിക്കേണ്ട, അതെല്ലാം കുരുക്കുന്നു. മനോരമ പറയുന്നത് സതീശനെ കുരുക്കാൻ ശ്രമം. നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. കുരുക്കാൻ ശ്രമം. ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതാ തിരിച്ചടി എന്നല്ലേ കേൾക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ മാധ്യമങ്ങൾ അടക്കമുള്ള, നിങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, മറ്റുള്ളവർ എന്തിനാണ് ഇങ്ങനെ രണ്ടു തരം നീതി കാണിക്കുന്നത്? ഇത് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളുടെ ചാനലിൽ വന്ന ഒരു വാർത്ത പറയാം ഞാൻ. അത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കും. ഇത് എന്ത് തരം നീതിയാണ്? മനു? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഇടതുപക്ഷത്തെ വരുമ്പം ഇടതുപക്ഷത്തെ എന്തും പറയാം, എന്തും ചെയ്തു കളയാം. എന്നാൽ സതീശനെതിരെ സതീശനെയോ രമേശ് ചെന്നിത്തലയെ പറ്റിയോ അല്ലെങ്കിൽ BJP നേതാക്കളെ പറ്റിയോ ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അത് ഞങ്ങൾ പൊളിച്ചു കാണിക്കേണ്ട ചെയ്യും. ഇത് നേരത്തെ തന്നെ ഇത് പുറത്തുവിടാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉദ്ദേശം തെരഞ്ഞെടുപ്പാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പുറത്തുവിടാവുന്ന കാര്യമായിരുന്നു. പക്ഷെ അതല്ല ചെയ്തിട്ടുള്ളത് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രേമരാജൻ എന്നോടൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. ശ്രീമതി പ്രേമരാജൻ. ഓക്കെ. ഹലോ, ശ്രീ പ്രേമരാജൻ. മനു. നമസ്കാരം. ഞാൻ എനിക്ക് എഴുതി തന്നത് പ്രേമ സ്പേസ് ഇട്ട് രാജ. അപ്പൊ ഞാൻ വെച്ച് വേറെ ഒരാളാണെന്ന്. പ്രേമരാജൻ എനിക്കറിയാം. പ്രേമരാജൻ കണ്ണൂരാണ്. കുറെ കാലം കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല അല്ലെ? പലരും ഒരു മണിക്കൂർ വിളിച്ചാലും കിട്ടുന്നില്ല. മണ്ണിന്റെ ചിരി കാണിട്ടല്ലേ വിളിച്ചത്. ശരി. പിന്നെ ഇതിലെന്ത് അഭിപ്രായം പറയേ? എല്ലാവരും തമ്മിൽ അപ്പുറം അടിയല്ലേ? അത് ശരി. കൊറേ കൂട്ടർ പെണ്ണിനെ കൊണ്ടുവരും, കൊറേ കൂട്ടർ അഴിമതി കൊണ്ടുവരും. ഇതില് മൊത്തത്തിൽ അപ്പൊ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊക്കെ ഇത് കാണുന്ന വെച്ചാല് നമ്മള് പണ്ടത്തെ കാലത്ത് തീരുമാനില്ലേ, കോമഡി സിനിമ വെടിയും പുകയൊക്കെ അവസാനം ഇത് ശുഭമായി പര്യവസാനിക്കും എന്നാണ് പറയുന്നത് അല്ലേ? ഒന്നും ആവില്ല. ഇതിങ്ങനെ മറ്റേ ചക്കയില് ഈച്ച കണിയില്ലേ വള്ളറില്, ശരി, ചക്കയില് ഈച്ചയില് പറഞ്ഞു തന്നെ പോലെ ഇതിങ്ങനെ ഇവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, ചെയ്തുകൊണ്ടേയിരിക്കും. കുറെ ഭക്ഷ്യമാർക്ക് ജീവിക്കുന്ന മാർഗമാവും, വലിയ വലിയ പൈസ കൊടുക്കേ. പിന്നെ സാധാരണക്കാരന്റെ രീതി പറഞ്ഞാൽ ഇങ്ങനെ കുറെ അങ്ങ് പോവും. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ മേലോട്ട് വെക്കുക, കറണ്ട് ബില്ല്, വെള്ള ചാർജ്, പിന്നെ സർചാർജ്, ഇങ്ങനെല്ലാം കൂട്ടിയിട്ട് അങ്ങ് നമ്മളിങ്ങനെ സഹിച്ചോളൂ. വേറെന്നാ. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം കൃഷ്ണൻകുട്ടി മണിമല കൂടി ചേരുന്നുണ്ട്. അപ്പൊ ഞാൻ കൃഷ്ണൻകുട്ടി മണിമല നമ്മുടെ ദീപുവിനെ കണ്ട സന്തോഷത്തിൽ, പിന്നെ ആദ്യം വിളിച്ച കൃഷ്ണൻകുട്ടി മണിമലയാണെങ്കിൽ ഞാൻ ദീപുവിനെ എടുത്തത് കുറേ കാലമായി ദീപുവിനെ കണ്ടിട്ട്. ഇപ്പോൾ ദുബായിലാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ടുകൂടിയാണ്. അപ്പോൾ അത് ദുബായിലല്ല എന്നറിഞ്ഞുകൊണ്ട് പിന്നെ കൃഷ്ണൻകുട്ടി മണിമലയോട് പ്രത്യേകിച്ച് വിവേചനമൊന്നുമില്ല. അതൊരു ചെറിയൊരു മുൻഗണന എന്ന് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രം. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, കുറച്ചു നേരം കൂടി അങ്ങയുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. പി സായിനാഥിൻ്റെ ഒരു പുസ്തകമുണ്ട്, എവ്രിബഡി ലവ്സ് എ ഗുഡ് ഡ്രൗട്ട് എന്ന്. അതായത് നല്ലൊരു വരൾച്ച വന്നാൽ ഒരുപാട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും. കാരണം അവിടെ കുറേ ഇതുമായി ബന്ധമില്ലാത്ത ആളുകൾക്കും ഇതിൻ്റെ ചില ആനുകൂല്യങ്ങൾ കിട്ടും. ഇതുമായി നടന്ന് ചില ആളുകൾക്ക് പണപ്പിരിവ് നടത്താം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പഠനം നടത്താൻ വരും. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത് പദ്ധതികൾ ആസൂത്രണം ചെയ്യാം. അങ്ങനെ ഒരു നല്ല വരൾച്ച വന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് വസന്തകാലമാണ് എന്ന് പറഞ്ഞതുപോലെയായോ 2018 ഒരു പ്രളയം വന്നപ്പോൾ അത് പലർക്കും ഒരു വസന്തകാലമായി മാറിയോ എന്ന സംശയം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം. ദീപുവിന് മുൻഗണന കൊടുത്തത് എനിക്ക് സന്തോഷമുള്ളൂ. കുറെ നാൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. അതെ, കേൾക്കുന്നല്ലോ ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ദുബായിലെത്തി, അവിടെ നിന്ന് വിളിക്കുന്നുണ്ടല്ലോ. ദുബായിലെത്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് 5 വർഷം മുമ്പ് ജോലി ചെയ്ത കമ്പനി തിരിച്ചു വിളിക്കുകയാണ് വരണം എന്ന് പറയുന്നത്. അത് ഇത്ര ഒരു അഭിമാനകരമായ ഒരു സാഹചര്യമാണെന്ന് നോക്കൂ. തീർച്ചയായിട്ടും അത് നന്മയുടെ ലക്ഷണമാണല്ലോ. അതെ. അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രൻ അഭിവാദനങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ 2026 നമ്മുടെ പൊതുവേദിയിൽ ആളുകൾക്കൊക്കെ നല്ല കാലമാണ് കേട്ടോ. ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് എന്തെങ്കിലും നല്ലത് വരാനിരിക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ പറയുന്നത്. അതെ. രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞ വണിയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അത് ശരി. അപ്പൊ നിങ്ങൾ ഏതാണ്ട് ഒരേ അയൽക്കാരെന്ന് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ ഈ പൊതുവേദിയിലൂടെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പുള്ളി ഉപയോഗിക്കുന്ന ചില കട്ടിയുള്ള ഭാഷകളൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതെ.
ഏലിപ്പം നന്നായിട്ടുണ്ട്, അഭിവാദനങ്ങൾ പറയുന്നു. പിന്നെ ഇപ്പം താങ്കൾ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് നമുക്ക് മലയാളത്തിൽ പറയാനാണെങ്കിൽ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയല്ലേ. ഞാൻ കുറച്ചും കൂടി അതിനെ ഒരു അക്കാഡമിക് ലാംഗ്വേജിൽ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ വളരെ ലളിതമായി നാടൻ പ്രയോഗത്തിൽ പറഞ്ഞു. ഞാനത് മലയാളീകരിച്ചതേ ഉള്ളൂ. അതുപോലെ കത്തുന്ന പുരയിൽ നിന്ന് കഴക്കോല് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മൾ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോഴേ അവര് പണ്ട് പറഞ്ഞിരുന്നു 1000 വീട് വെച്ചു കൊടുക്കുമെന്ന്. 1000 വീട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഉള്ളതാണ്, ഇപ്പോഴുള്ളതാണ്. ഇവര് വയനാട്ടിൽ വെച്ചു കൊടുക്കാവുന്ന വീടുകളുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാല് വയനാട്ടിലുള്ള ഒരു പഞ്ചായത്ത് മൊത്തമുള്ള ആൾക്കാർ കൂടുതലുണ്ട് വീടുകളുടെ, അവർ വാഗ്ദാനം ചെയ്ത വീടുകളുടെ എണ്ണം. ഒരെണ്ണത്തിന് പോലും ഒരു ചെറിയ കുടില് പോലും വെച്ച് കൊടുത്തിട്ടുമില്ല. പണം പിരിക്കൽ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. അതൊക്കെ എവിടെ പോയി? അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ബഹുമാന്യ നേതാവ്, ഇവരുടെ ലീഡർ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ശ്രീ കെ കരുണാകരന്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കാൻ ഇവർ പൈസ പിരിച്ചു എന്ന് പറയുന്നു. അതെന്തായി? ഇതൊക്കെ അവർ തന്നെ പരസ്പരം ചോദിക്കുന്ന കാര്യങ്ങളല്ലേ. ഇവരുടെ ജോലി പിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നറിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പിരിവ് നടന്നത്. അതിന്റെ എന്തെങ്കിലും കണക്ക് ആർക്കെങ്കിലും അറിയാവോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? കഴിഞ്ഞ 28-ാം തീയതി മറ്റേ തറക്കല്ലിടുമല്ലോ പറഞ്ഞ് ശ്രദ്ധിക്കുന്നു പറഞ്ഞവരുടെ MLA പറഞ്ഞിരുന്നു കഴിഞ്ഞ ഡിസംബർ 28. അതിപ്പം ജനുവരി 10 എന്ന് പറയുന്നു. ജനുവരി 10 എന്ത് പറയുമെന്ന് നമുക്ക് അന്നേരം കാത്തിരിക്കാം. എന്തായാലും പുനർജനിയിൽ എന്തോ തറക്കല്ലൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പലരും പറയുന്നത്. ഇന്നത്തെ മറ്റൊരു ചാനൽ ഞാൻ കേട്ടു. അവിടെ ഏതോ ഒരു തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. എന്നാ 5-6 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നേ, ഇന്നൊന്നും ഇട്ടതല്ല. 5-6 കൊല്ലം മുമ്പ് ഇട്ട തറക്കല്ല് ഇപ്പോഴും അവിടെ കിടക്കുന്നു എന്നാണ് ചാനലുകാർ തന്നെ പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണം. അപ്പൊ ഇത്രയും കുഴപ്പങ്ങളുള്ളപ്പോ ഈ പറഞ്ഞ പോലെ വിദേശത്തു നിന്നുള്ള പിരിവായത് കാരണം ഇവിടുത്തെ വിജിലൻസ് അന്വേഷിക്കാനുള്ള പരിമിതി ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ CBI വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അത് CBI വരുന്നതിനെന്താ പേടിക്കേണ്ട ആവശ്യം? വിശ്വാസമുണ്ടോ? അതാണ് എന്റെ ചോദ്യം. എന്റെ വിശ്വാസം അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇത് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാൻ പിന്നെ ആരെ ഏൽപ്പിക്കും? ഇന്റർപോളിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഒരു ഏജൻസി അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കേരളമായിട്ട് ഈ വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണം നടത്തണമെങ്കിൽ അതിനുള്ള ഏജൻസി കേരളത്തിലെ പോലീസ് അല്ലല്ലോ, കേരളത്തിലെ വിജിലൻസും അല്ലല്ലോ. അല്ലെങ്കിൽ ഇവർ തന്നെ ഇത് പുറത്തു വിടണ്ടേ? ഇത് നോക്കൂ, ഇപ്പൊ ഡിവൈഎഫ്ഐക്കാര് ഞാനൊക്കെ വീട്ടിലൊക്കെ ഈ ആക്രിയൊക്കെ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ കൂട്ടിയിട്ടേക്കും. അപ്പൊ ഈ ആക്രി വാങ്ങിക്കുന്നവരുണ്ട്. അവർ വരുമ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയാമോ? അത് ഡിവൈഎഫ്ഐക്കാർ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് കൊണ്ടുപോയിക്കോളും, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല എന്നാ പറയുന്നത്. ആക്രി വിറ്റാൽ നമുക്ക് പൈസ കിട്ടും, പക്ഷേ ഡിവൈഎഫ്ഐക്കാർ കൊണ്ടുപോകുന്നതിന് ഒരു പൈസ പോലും നമ്മൾ വാങ്ങുന്നില്ല. അവരത് കൊണ്ടുപോയി സ്വരുക്കൂട്ടി വെച്ച് ഈ വയനാടിന് തന്നെ 20 കോടിയിൽ പരം രൂപയാണ് അവർ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അതെല്ലാം വാർത്തയിൽ വന്നതാണല്ലോ, ചാനലിലൊക്കെ വന്നതാണല്ലോ. അതുപോലെ ഇവരൊക്കെ പിരിച്ച പൈസ എവിടെ പോയി? ഡിവൈഎഫ്ഐ പിരിച്ച കണക്കിന് കൃത്യമായിട്ട് കണക്ക് പറഞ്ഞല്ലോ. അതുപോലെ എല്ലാ കാര്യങ്ങളിലും കണക്ക് വേണം, കണക്ക് പൊതുജനത്തെ ബോധ്യപ്പെടുത്തണം. ഞങ്ങളൊക്കെ പിരിക്കുന്ന കാലത്ത് 70കളിൽ ഞാൻ ഇതുപോലെ പൊതുപ്രവർത്തനങ്ങൾക്ക് പിരിവെടുക്കുമ്പോൾ അന്ന് 25 പൈസ 50 പൈസയൊക്കെയായിരുന്നു പിരിവായിട്ട് വാങ്ങിക്കുന്നത്. ഇതിലൊരു ഒരു ജാഥ, കാൽനട ജാഥ വരാമെങ്കിൽ നോട്ടുമാല ഇടണം. 10 രൂപയുടെ നോട്ടുമാല ഇടണമെങ്കിൽ ഞങ്ങൾ 25 പൈസ വെച്ച് കിട്ടിയാൽ തന്നെ എത്ര വീട്ടിൽ കയറണമെന്ന് അറിയാമോ? അത് എന്നിട്ട് എവിടെയെങ്കിലും കടയിൽ കൊണ്ടുപോയി മാറിയിട്ട് 1 രൂപയാക്കും, 1 രൂപ നോട്ടാക്കും. അന്നത്തെ 1 രൂപ നോട്ട്. ഇപ്പൊ ആരെങ്കിലും ആ നോട്ട് ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്നിട്ട് നൂലിൽ കോർത്ത് ജാഥാ ക്യാമ്പിന് ഞങ്ങൾ മാല ഇടും, 1 രൂപ നോട്ടിന്റെ മാല, നോട്ടുമാല. ആ ജാഥയ്ക്ക് വേണ്ടിയുള്ള മൊത്തം ചെലവിന്റെ ഒരു ഭാഗം ഞങ്ങളുടെ പിടിക്ക് വരുമ്പോൾ ഞങ്ങളും കൂടെ കൊടുത്തതിന് ശേഷമാണ് അത് കംപ്ലീറ്റ് ആവുന്നത്, അവരുടെ ചെലവൊക്കെ വഹിക്കാൻ പറ്റുന്നത്. എന്നാലും പലപ്പോഴും കടമായിരിക്കും. ഇപ്പോഴും പല പരിപാടികൾ നടത്തുമ്പോഴും പാർട്ടിയുടെ ഞങ്ങളുടെ യൂണിറ്റിലൊക്കെ എപ്പോഴും കടവേ ഉള്ളൂ ബാക്കി. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ പിരിക്കുന്നതിന്റെ കണക്കെന്ന് പറഞ്ഞാൽ അവരെന്തുകൊണ്ട് പൊതുജന മൊത്തത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് പറയാനില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളി വെളിച്ചത്താവുന്നുള്ളത് തന്നെയാ. അതുകൊണ്ടാണ് അവർ പറയാത്തത്. അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും എന്നോട് ശശിധരൻ നമ്മുടെ വയലാർ ചേർന്നിട്ടുണ്ട് യൂട്യൂബിൽ. ലാവ്ലിൻ കേസ് ശിക്ഷിച്ചതുപോലെ ഈ കേസിൽ ശിക്ഷ നടപ്പാക്കുമോ എന്നൊക്കെയാണ് ശശിധരൻ വയലാർ ചോദിക്കുന്നത്. മൈദ പൊറോട്ട കഴിക്കുന്ന മലയാളിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിലർ പറയുന്നു. അത് നമ്മുടെ ഗ്ലാഡിയേറ്ററാണ്. അപ്പോൾ ജയകുമാർ ഉണ്ട്, എന്ത് അന്വേഷണവും നടത്തട്ടെ എന്ന് എല്ലാ കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിട്ടുണ്ടല്ലോ. പിണറായിക്ക് പറ്റില്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് പിണറായി പറഞ്ഞാൽ കേൾക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രാധിക എന്നോട് പറയുന്നത് പിന്നെ പിണറായിയുടെ സ്വത്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അനധികൃത സമ്പാദ്യം ഉണ്ടെന്നൊക്കെയാണ് രാധികയുടെ ആക്ഷേപം. ഓക്കെ, അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നു, വന്നല്ലോ രാജൻ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സോണിയാഗാന്ധിയെ ചുമ്മാ പുളുവടിക്കല്ലേ, അകത്ത് കിടക്കുന്നത് സഖാക്കളാണെന്ന് ഓർമ്മ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. KG കുമാർ എന്നോടൊപ്പം കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു. ശ്രീ KG കുമാർ, വളരെ ചുരുങ്ങിയ സമയമേ നമുക്കുള്ളൂ. ഏതായാലും അങ്ങ് ഒരുപാട് നേരം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അതെ, അപ്പോൾ എന്നാൽ നമുക്ക് കുറച്ച് സംസാരിക്കാം.
ഹലോ 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 ഈ ഈ പുനർജനിയെ പറ്റി ആദ്യം മുതലേ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു പ്രാവശ്യം പലപ്പോഴും ഇവര് പങ്കൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇരിക്കുവാണ്. അതേപോലെ തന്നെ തൊട്ട് മുമ്പ് വിളിച്ച ആള് പറഞ്ഞ പോലെ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് കാശ് പിരിച്ച്. എന്തായാലും ശരി തന്നെ ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം. കാര്യം ഈ കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പുനർജനിയുടെ ഈ കുരുക്ക് ഇയാൾക്ക് കിടക്കുന്നത് കൊണ്ടായിരിക്കും ഈ വയനാട്ടിലെ കാശ് പിരിച്ച 700 ചില്ലറ കോടി രൂപയെ പറ്റിയോ അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനെ പറ്റിയോ ഇതുവരെ ഈ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യവും കൃത്യമായിട്ട് ചോദിക്കുകയില്ല, പറയുകയില്ല, വിരക്കവില്ല. പുറമെ നിന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇവര് തമ്മിൽ ഭയങ്കര അവലും ചക്കരയും പോലാണ്. അപ്പൊ എന്തായാലും അന്വേഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വ്യക്തമാണ്, ഏതായാലും അങ്ങയുടെ അഭിപ്രായവും കൃത്യവുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ എന്നാണ് പലരും ചോദിച്ചത്. അപ്പോൾ ഞാനും ആ ഒരു ചോദ്യം പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചു. പക്ഷേ പലരും വി ഡി സതീശനെ അനുകൂലിക്കുന്നവരാണ് കൂടുതൽ ഇന്ന് വോട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നടപടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 84% ആളുകളും അതെ എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു സുതാര്യമായ ജീവിതം, സംശുദ്ധമായ രാഷ്ട്രീയം, ഇത് നമ്മുടെ നാടിന് അനിവാര്യമാണ്. സീസർ കുറ്റരഹിതനാണ് എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട്. സീസറിൻ്റെ ഭാര്യയെ പറ്റിയാണ് അങ്ങനെ പറയാറെങ്കിലും സീസറും അഴിമതിയിൽ പങ്കില്ലാത്ത ഒരാളാണ് എന്ന് തെളിയിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. സമാനമായ കുറ്റകൃത്യങ്ങൾ ആരോപണങ്ങളായി വരുമ്പോൾ അത് തെളിയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിലുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അതിനായി ഒരു തുറന്ന പുസ്തകം പോലെ അവർ പ്രവർത്തിക്കും എന്നാണ് ഞാനും പ്രത്യാശിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.